ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാനൊരു ഓട്സ് ഓംലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു കപ്പ് ഓട്സ് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലും 2 മുട്ടയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ പൊടിച്ച ഓട്സിലേക്ക് ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. കുറച്ചേച്ച് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഓട്സ് പെട്ടെന്ന് തന്നെ ടൈറ്റ് ആവും. അപ്പം കുറച്ച് കൂടുതൽ പാല് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി ഓംലെറ്റിലേക്ക് ആവശ്യമായ എഗ് മിക്സ് തയ്യാറാക്കുന്നവരെ ഇതൊന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം ഓംലെറ്റിന് വേണ്ടി ഞാനിവിടെ 2 എഗ്ഗാണ് എടുക്കുന്നത്. നമ്മളുടെ നോർമൽ ഓംലെറ്റിനെക്കാട്ടും ടേസ്റ്റിയാണ് ഈ ഓട്സ് ഓംലെറ്റ്. അതുപോലെ തന്നെ നല്ല വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും ഡയബറ്റിക് ഉള്ളവർക്കും ഒക്കെ ഇതൊരു നല്ലൊരു ഡിഷാണ്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, നമ്മൾ ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം. ഇനി നമുക്ക് ഓംലെറ്റിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു പകുതി ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ പകുതി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ക്യാപ്സിക്കം അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ മല്ലിയില, എരിവിന് ആവശ്യമായ മുളകും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് എഗ്ഗിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ക്യാപ്സിക്കമാണ് ഇപ്പം എക്സ്ട്രാ ഒരു ഓംലെറ്റിലേക്ക് ഇല്ലാത്ത ഒരു ഐറ്റം വന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം നോർമലി ആൾക്കാർ എഗ്ഗിൽ ചേർക്കുന്ന ഐറ്റംസ് തന്നെയാണ്. ടൊമാറ്റോയും ഓണിയനും ഒക്കെ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം ഡയറ്റൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഓട്സിൻ്റെ ഒരു ഐറ്റമെങ്കിലും കഴിക്കാത്തവർ കുറവായിരിക്കും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓട്സും കൂടെ വരാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നമ്മളുടെ എഗ് മിക്സ് നമ്മൾ ഓട്സിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഓൾറെഡി നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചത് കൊണ്ട് ഓട്സ് ഒന്ന് ഇത്തിരി ടൈറ്റായി ഉണ്ടാവും. ഇപ്പം നന്നായിട്ടൊന്ന് എഗ്ഗിൽ മിക്സ് ചെയ്യുക. അതുപോലെ ഇനി നമുക്ക് നമ്മളുടെ ഓംലെറ്റ് ഉണ്ടാക്കാം. ഞാൻ അതിന് വേണ്ടി പാനിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടറോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ചേർക്കാം. ബട്ടറാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റിയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്ഗ് ഇതിലേക്ക് ഒഴിച്ച് ഓംലെറ്റ് ഉണ്ടാക്കാം. അത്യാവശ്യം നല്ല കട്ടി ഉണ്ടാവും. ഓട്സും എഗ്ഗും കൂടെ മിക്സ് ആണല്ലോ. ഓട്സ് ഓൾറെഡി അത് കുറച്ച് ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ എഗ്ഗും അതിലേക്ക് പാലൊക്കെ ഒഴിച്ചതുകൊണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഓട്സും 2 എഗ്ഗും പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, ക്യാരറ്റൊക്കെ എന്തായാലും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ക്യാപ്സിക്കം മാത്രമേ റെയറായിട്ട് എല്ലാവരും ഫ്രിഡ്ജിലൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ടാവുന്നത് തന്നെയാണ്. അപ്പം വീട്ടിലൊക്കെ ഇതുപോലെ ഇടയ്ക്ക് ഓട്സ് ഓംലെറ്റും ഒക്കെ ഉണ്ടാക്കി എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ വലിയ കേടുപാടൊന്നുമില്ലാതെ സക്സസ്ഫുള്ളായിട്ട് മറിച്ചിടാൻ പറ്റി. ഇനി നമുക്ക് ആ ഒരു സൈഡ് കുക്കാവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാനൊന്ന് ജസ്റ്റ് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓട്സ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിച്ചാൽ മതി. അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഓട്സ് കൊണ്ടൊന്ന് ഓംലെറ്റൊക്കെ.
അപ്പം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ട്രൈ ചെയ്ത് നോക്കണം, കമൻറ്റ് ചെയ്യണം. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം. അപ്പം ഞാൻ ഓട്സിൻ്റെ ദോശൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കാണാത്തവർ അതും കൂടെ ഒന്ന് കാണുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.